കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഞ്ജയ്, ഭാര്യ സിന്ദൂര, മൂത്ത മകൻ ഡോക്ടർ ആനന്ദ്, രണ്ടാമത്തെ മകൻ എസ്.ബി. അർജുൻ IPS, മൂന്നാമത്തെ മകൾ ശിൽപ. ആനന്ദിൻ്റെ ഭാര്യ ഡോക്ടർ റോഷ്ന, അവരുടെ ഏക മകൾ 4 വയസ്സുകാരി അയാന എന്ന അനുമോൾ. അർജുൻ്റെ ഭാര്യ ASB ജ്വാല IPS, അവരുടെ ഏക മകൻ 1.5 വയസ്സുകാരൻ ധ്രുവ്. ഇത്രയും പേരാണ് ആ വലിയ 3 നിലയുള്ള വീട്ടിൽ താമസം. ആദ്യം 2 നിലയുള്ള വീടായിരുന്നു, ഇപ്പോഴാണ് 3 നിലയാക്കിയത്. മൂന്നാമത്തെ നിലയിൽ 4 റൂമുണ്ട്. ഒരു റൂം ഓഫീസ് റൂമാണ്. അതിനു തൊട്ടുള്ള വലിയ റൂമാണ് അർജുൻ്റേത്. ധ്രുവ് അർജുൻ്റെയും ജ്വാലയുടെയും മകനാണെന്ന് ആർക്കും അറിയില്ല. കാരണം അവർക്ക് ധ്രുവ് ജനിച്ചത് കേരളത്തിലെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അത് മഹിയുടെയും സൂര്യൻ്റെയും നിർബന്ധമായിരുന്നു. ആരും അറിയാതെയാണ് ജ്വാലയെ കേരളത്തിലേക്ക് മാറ്റിയത്. സഞ്ജയ് മന്ത്രിയാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടും അർജുനും ജ്വാലയ്ക്കും ശത്രുക്കൾ കൂടുതൽ ഉള്ളതുകൊണ്ടും മകനുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ഓഫീസറാണ് അർജുൻ. ജ്വാലയും IPS എടുത്തു ASPയായി സർവീസിൽ കയറിയ ശേഷം അവളെ ഏൽപ്പിച്ച കേസൊക്കെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ തെളിയിക്കുകയും കുറ്റവാളികളെ മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്തു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തതിനാൽ അവൾക്കും കുറേ ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ധ്രുവ് ആനന്ദിൻ്റെ മകനാണെന്നാണ് പുറത്തു വരുന്ന ന്യൂസ്. അങ്ങനെയൊരു ന്യൂസ് ഇറക്കി എന്ന് പറയുന്നതാവും ശരി. അതുകൊണ്ട് തന്നെ ധ്രുവിനെ പുറത്ത് എവിടെയും കൊണ്ടുപോകാറില്ല, പ്രത്യേകിച്ച് ജ്വാലയും അർജുനുമുള്ള സ്ഥലത്തേക്ക്. ഇന്ന് ധ്രുവ് ജ്വാലയെ നോക്കി കരഞ്ഞതിന് അർജുൻ വഴക്ക് പറഞ്ഞതും അതുകൊണ്ടാണ്. ജ്വാല ധ്രുവിനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി. അർജുൻ മഹിയോടും പവിയോടും സൂര്യനോടും സച്ചിനോടും സംസാരിച്ചിരിക്കുകയായിരുന്നു. മോൻ പോയി യൂണിഫോം മാറ്റി പോര്, ഫുഡ് കഴിക്കണ്ടേ, മഹി പറഞ്ഞു. അർജുൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. പിന്നെ മുകളിൽ തങ്ങളുടെ റൂമിലേക്ക് നടന്നു. ജ്വാല യൂണിഫോം മാറ്റി കുഞ്ഞിന് പാൽ കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് അർജുൻ റൂമിലേക്ക് കടന്നു വന്നത്. അവൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ട് കുഞ്ഞ് പാൽ കുടിക്കുന്നത് നിർത്തി അവനെ ഒന്ന് നോക്കി. പിന്നെയും പാൽ കുടിക്കാൻ തുടങ്ങി. അർജുൻ യൂണിഫോം മാറ്റി ഒരു ടവലുമെടുത്തു നേരെ ബാത്റൂമിലേക്ക് കയറി. വേഗം കുളിച്ചിറങ്ങി. ബാത്ത് റോബ് മാറ്റി ഒരു ബോഡി ഫിറ്റ് ഹാഫ് കൈ ടീഷർട്ടും ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും എടുത്തിട്ടു. പിന്നെ കട്ടിലിൽ ജ്വാലയുടെ അടുത്തിരുന്നു കുഞ്ഞു ചെക്കനെ ഇക്കിളിപ്പെടുത്തി മെരുക്കാൻ തുടങ്ങി. കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അവനെ ചവിട്ടാനും തുടങ്ങി. ധ്രുവ് പാലുകൂടി മതിയാക്കിയപ്പോൾ ജ്വാല കുഞ്ഞിനെയും എടുത്തു ബാത്റൂമിലേക്ക് കയറി. അവൻ്റെ ഡ്രസ്സ് മാറ്റി ഒന്ന് കുളിപ്പിച്ചെടുത്തു. പിന്നെ ഡ്രസ്സ് ഇട്ടുകൊടുത്ത് അർജുനെ ഏൽപ്പിച്ചു. അർജുൻ അവനെയും എടുത്തു താഴേക്കിറങ്ങി. ജ്വാല ആദ്യം തന്നെ വിയർപ്പായ തൻ്റെയും അർജുൻ്റെയും യൂണിഫോം കഴുകി ടെറസിലെ ഹാങ്ങറിൽ തൂക്കിയിട്ടു. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡ്രസ്സും കഴുകിയിട്ടു. അവൾ ബാത്റൂമിൽ കയറി വേഗം കുളിച്ചിറങ്ങി. ഒരു ഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ട് താഴേക്ക് പോയി. താഴെ ഹാളിൽ കുഞ്ഞുങ്ങൾ 3 പേരും കളിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടും തമ്മിൽ സംസാരിച്ചു കൊണ്ടും സെറ്റുകളിൽ മഹിയും പവിയും സൂര്യനും സച്ചിനും അർജുനും ആനന്ദും ഇരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ കിച്ചണിലായിരുന്നു. ജ്വാല അവിടേക്ക് നടന്നു. സിന്ദൂര അവൾക്ക് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് കൊടുത്തു. മമ്മി, അജിക്ക് കൊടുത്തോ, അവൾ ചോദിച്ചു. അവനും ഞാൻ കൊടുത്തു, ഇത് നിനക്കുള്ളതാ. അവൾ മൂളിക്കൊണ്ട് ജ്യൂസ് സിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആണ് ധ്രുവ് അവളെ തിരഞ്ഞ് മുട്ടിലിഴഞ്ഞെത്തിയത്. അമ്മയുടെ പൊന്നു വാടച്ചക്കരെ. അവൾ ഗ്ലാസ് ലാബിൽ വെച്ചു കുഞ്ഞിനെ വാരിയെടുത്തു. കുഞ്ഞ് ജ്യൂസിന് വേണ്ടി കൈ നീട്ടി. അവൾ ജ്യൂസ് കുഞ്ഞിൻ്റെ ചുണ്ടോടടുപ്പിച്ചു കൊടുത്തു. അവൻ കുറച്ചു കൊടുത്തു. ബാക്കി ജ്വാല കുടിച്ചു തീർത്തു. അവൻ ജ്വാലയുടെ ഇടുപ്പിലിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. ഇനി അവന് നമ്മളെയൊന്നും വേണ്ട, സിന്ദൂര പറഞ്ഞു. ജ്വാല കുറച്ചു നേരം അവരോട് വിശേഷം പറഞ്ഞിരുന്നു. പിന്നെ കുഞ്ഞിനെയും എടുത്തു റൂമിലേക്ക് പോയി അവനെ ഉറക്കാൻ വേണ്ടി. താഴത്തെ സൗണ്ട് മുകളിലേക്ക് ചെറുതായി മാത്രമേ എത്തുന്നുള്ളൂ. പക്ഷേ അവൻ ഉറങ്ങുന്നില്ല. മാത്രമല്ല സൂര്യനും സച്ചിനും പവിയും മഹിയും ഒക്കെ വാങ്ങിക്കൊടുത്ത ടോയ്സും ഡ്രസ്സും ഒക്കെ അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നുമുണ്ട്. എടാ ചക്കരെ, നിന്നെ ഉറക്കാൻ കെടുത്തി ഞാൻ ഉറങ്ങിപ്പോകുന്നു തോന്നുന്നല്ലോ ഇപ്പോൾ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അശ്വതിയും കീർത്തിയും സീതയും അങ്ങോട്ട് വന്നു. കൂടെ അശ്വതിയുടെ കൈ പിടിച്ചു നീതു മോളുമുണ്ട്. നീതു ധ്രുവിൻ്റെ അടുത്തിരുന്നു.
രണ്ടുപേരും കിടക്കയിലിരുന്നു കളിയും തുടങ്ങി. ജാല രണ്ടുപേരെയും താഴേക്കിരുത്തി ടോയ്സും എടുത്തു കൊടുത്തു. അവർ കളിയും തുടങ്ങി. ജ്വാലയും അശ്വതിയും കീർത്തിയും സംസാരത്തിലും ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് നീതുവിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. ധ്രുവ് നീതുവിൻ്റെ കൈത്തണ്ടയിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു കൈ കൊണ്ട് അവളുടെ മുടിയും പിടിച്ചു വലിക്കുന്നുണ്ട്. ജാല ചാടി എഴുന്നേറ്റ് ധ്രുവിനെ പിടിച്ചു മാറ്റി. അവൻ ചിരിക്കാനും തുടങ്ങി. അശ്വതി മോളുടെ കൈ പിടിച്ചു നോക്കി. 4 പല്ലിൻ്റെ അടയാളം തെളിഞ്ഞു കണ്ടു. നീതു അപ്പോഴും ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ജാലയും അശ്വതിയും ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വന്നു. അർജുൻ കാര്യം തിരക്കി. ജാല സംഭവം പറഞ്ഞു. അർജുൻ ധ്രുവിനെ നോക്കി കണ്ണുരുട്ടി. പിന്നെ നീതുവിൻ്റെ കൈ നോക്കി. പല്ലിൻ്റെ ചോര പൊടിഞ്ഞ അടയാളം എല്ലാവരും കണ്ടു. സൂര്യൻ മോളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ധ്രുവ് വലിയ വായിൽ കരച്ചിൽ തുടങ്ങിയിരുന്നു. ജ്വാലയുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുമില്ല. അർജുൻ അവനെ വലിച്ചെടുത്ത് താഴേക്ക് കൊണ്ടുപോയി. അർജുൻ്റെ പിന്നാലെ മറ്റുള്ളവരും പോയി. ജ്വാല നീതുവിൻ്റെ കരച്ചിൽ മാറ്റാൻ നോക്കി. ധ്രുവ് ചീത്തയാ, കുറുമ്പനാ, പോക്കിരിയാ. ജ്വാലയുടെ മുഖം തൻ്റെ നേരെ തിരിച്ചു നീതു പറഞ്ഞുകൊണ്ടിരുന്നു. ജ്വാല എല്ലാം സമ്മതിച്ചു കൊടുത്തു. ആനന്ദിൻ്റെ മകൾ 4 വയസ്സുകാരി അയാന എന്ന അനു ധ്രുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്കും ധ്രുവിനെ പേടിയായിരുന്നു. എപ്പോൾ അവൾക്ക് ധ്രുവിൻ്റെ കൂടെ കളിച്ചാലും 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൾക്കും കരയേണ്ടി വരും. അത്രയും വികൃതിയായിരുന്നു ധ്രുവ്. ആരെങ്കിലും അവനെ ആ സമയത്ത് എടുത്തു മാറ്റിയാൽ അവർക്ക് കടി കിട്ടിയിരിക്കും, അതുറപ്പ്. സിന്ദൂരയ്ക്കും വീട്ടിലുള്ള സമയത്ത് സഞ്ജയ്ക്കും ആണ് അവൻ്റെ കടി കിട്ടാറുള്ളത്. അതുകൊണ്ട് ധ്രുവ് തന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ച ദേഷ്യം മുഴുവൻ അവൻ അർജുൻ്റെ കൈത്തണ്ടയിൽ അമർത്തി കടിച്ചുകൊണ്ട് തീർത്തു. അർജുൻ ഞെട്ടി. കൈ പിന്നിൽ വലിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവൻ വേദന സഹിച്ചു നിന്നു. സൂര്യനും സച്ചിനും അത്ഭുതപ്പെട്ടു. മഹിയും പവിയും ധ്രുവിൻ്റെ ദേഷ്യം കണ്ട് അന്തം വിട്ടു. കുറച്ച് സമയത്തിന് ശേഷം ധ്രുവ് തൻ്റെ കടി വിട്ടു. അർജുൻ തൻ്റെ കൈത്തണ്ട നോക്കി. ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ദേഷ്യം എങ്ങനെയോ ഒന്ന് മാറ്റിയെടുക്കുക, അവൻ സ്വയം ചോദിച്ചു. ധ്രുവ് അർജുൻ്റെ മടിയിൽ നിന്നും താഴെ ഇറങ്ങി മുട്ടിലിഴഞ്ഞു ആനന്ദിൻ്റെ അടുത്തെത്തി. അവൻ ധ്രുവിനെ വാരിയെടുത്തു തൻ്റെ മടിയിലിരുത്തി. കുഞ്ഞു ആനന്ദിനോട് അർജുനെ ചൂണ്ടിക്കാണിച്ചു തൻ്റെ ഭാഷയിൽ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദ് എല്ലാം സമ്മതിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് അർജുൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. സ്വന്തം അച്ഛനായ എന്നെ അവന് വേണ്ട. അതൊരു കണക്കിന് നല്ലതായി അവന് തോന്നി. ആനന്ദിൻ്റെ കുഞ്ഞായി തന്നെ അവൻ പുറത്തേക്ക് അറിയപ്പെട്ടാൽ മതി. അവൻ്റെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. നല്ല വിഷമം തോന്നിയെങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചില്ല. സൂര്യൻ ധ്രുവിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവനെയും കൊണ്ട് റോഡിലൂടെ ഒന്ന് കറങ്ങി. ധ്രുവ് കൈകൊട്ടി ചിരിച്ചു. പിന്നെ സൂര്യൻ്റെ താടിയില്ലാത്ത മുഖത്ത് അമർത്തി കടിച്ചു കൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. സൂര്യൻ ചിരിച്ചുപോയി. എടാ മോനെ, നിൻ്റെ ഈ കടി മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ ചോദിച്ചു. സൂര്യൻ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി. സൂര്യൻ്റെ വെളുത്ത മുഖത്ത് പല്ലിൻ്റെ അടയാളം തെളിഞ്ഞു കാണാമായിരുന്നു. അർജുൻ സംശയത്തോടെ സൂര്യനെ നോക്കി. നിൻ്റെ മോൻ സ്നേഹം പ്രകടിപ്പിച്ചതാ, സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ നെറ്റി തിരുമ്മി. അത് കാര്യാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, മഹി പറഞ്ഞു. അപ്പോഴേക്കും സഞ്ജയും പാർട്ടിക്കാരും എസ്കോർട്ടായി കുറച്ച് പോലീസുകാരും വീട്ടിലെത്തി. അർജുൻ പിന്നെ അതിൻ്റെ തിരക്കിലേക്ക് പോയി. സോജനം എത്തിയിരുന്നു. ടെറസിലാണ് പരിപാടി. 4-ാം നില ഒരു ഹാളും. അവിടേക്ക് പ്രത്യേകം വീടിൻ്റെ സൈഡിലൂടെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ളവർക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ളവർക്ക് മുകളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകം ലിഫ്റ്റുണ്ട്. അർജുൻ്റെയും ആനന്ദിൻ്റെയും മേൽനോട്ടത്തിൽ അവിടെ പാർട്ടിക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരുന്നു. സഞ്ജയ് കുളിച്ചു മാറ്റി വെൽ ഡ്രസ്സിൽ അങ്ങോട്ട് പ്രവേശിച്ചു. കൂടെ കുടുംബാംഗങ്ങളും. പാർട്ടിക്ക് ക്ഷണിച്ച എല്ലാ അതിഥികളും അവിടെ എത്തിയിരുന്നു. ജാലയോട് കുഞ്ഞിനെയും കൊണ്ട് അകത്തിരിക്കാൻ അർജുൻ പറഞ്ഞിരുന്നു. ധ്രുവ് എല്ലാവരുടെയും ഇടയിൽ വെച്ച് അവളെ അമ്മ എന്ന് വിളിച്ചാൽ ഇതുവരെ ഹൈഡ് ചെയ്തു വെച്ച രഹസ്യം എല്ലാവരും അറിയും. അത് പാടില്ല. അത് അവൻ്റെ തന്നെ ജീവന് ആപത്താണ്. കാരണം പകൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല. താനും ജ്വാലയും ബാബയും ഓഫീസിൽ പോകും. ആനന്ദും റോഷനയും ഹോസ്പിറ്റലിലും. പിന്നെ മമ്മിയും ശില്പയും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുണ്ടാവൂ. ശില്പ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അർജുന് പേടിയുണ്ട്. തൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കരുതെന്ന് മാത്രമേ അവനുള്ളൂ.
തങ്ങൾക്ക് എപ്പോഴും അവന് കാവലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജ്വാല ധ്രുവിനെയും അനുവിനെയും നോക്കി വീട്ടിലിരുന്നു. മഹിയും പവിയും സച്ചിനും സൂര്യനും തുടങ്ങി എല്ലാവരും പാർട്ടിയിൽ പങ്കെടുത്തു. അശ്വതിയുടെ കയ്യിൽ തൂങ്ങി നീതുമോളും ഉണ്ടായി. അവൾക്ക് ധ്രുവിനെ പേടിയായതുകൊണ്ട് അവൾ ജ്വാലയുടെ കൂടെ നിന്നില്ല. ഹോട്ട് ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും മറ്റു പലതരം ഭക്ഷണ വിഭവങ്ങളുമായി ഗംഭീര പാർട്ടിയായിരുന്നു അത്. അശ്വതിയും കീർത്തിയുമൊക്കെ അങ്ങനെ ഒരു പാർട്ടി ആദ്യമായി കാണുകയായിരുന്നു. ജ്വാലയ്ക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഫുഡ് അർജുൻ കൊണ്ടുകൊടുത്തു. 9 മണിയായപ്പോഴേക്കും പാർട്ടി അവസാനിച്ചു. അതിഥികൾ എല്ലാവരും പിരിഞ്ഞുപോയി. ധ്രുവ് ഉറങ്ങിയിരുന്നു. ഉറക്കം തൂങ്ങുന്ന അനുവിനെ റോഷ്ന എടുത്തു കൊണ്ടുപോയി. അർജുൻ കുളിച്ച് ഡ്രസ് മാറ്റി വന്നു. മോനുറങ്ങിയോ? അവൻ ചോദിച്ചു. ജ്വാല അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ശബ്ദത്തിനൊരു കുഴച്ചിൽ പോലെ. മാത്രമല്ല നടക്കുമ്പോഴും എന്തോ ഒരു അപാകത. അർജുൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. എന്താ മോനെ ഒരു വശപ്പശക്ക്? പാർട്ടിയിൽ നല്ലോണം മിനുങ്ങിയെന്ന് തോന്നുന്നല്ലോ? ജ്വാല കൂർത്ത നോട്ടത്തോടെ ചോദിച്ചു. അത് പിന്നെ അവരൊക്കെ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഒരു സ്മോൾ. അവൻ ഉരുണ്ട് കളിച്ചു. ഒരു സ്മോളോ? അവൾ എടുത്തു ചോദിച്ചു. അല്ല 2. എന്താ? അവൾ ചോദിച്ചു. അല്ല 3. അവൻ തപ്പി തടഞ്ഞു. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. അവൾ ഇടുപ്പിൽ കൈകുത്തി അവനെ സൂക്ഷിച്ചു നോക്കി നിന്നു. ഒന്നുമില്ലടി, അവരൊക്കെ നിർബന്ധിച്ചപ്പോൾ കഴിച്ചു പോയതാ. അർജുൻ അവളുടെ നേരെ കൈകൂപ്പി. ആര് നിർബന്ധിച്ചപ്പോൾ? ജ്വാല എടുത്തു ചോദിച്ചു. സോജൻ. പെട്ടെന്ന് അർജുൻ്റെ വായിൽ വന്നത് ആ പേരാണ്. ഉറപ്പാണോ? ആ. അർജുൻ തലയാട്ടി. ജ്വാല അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ സോജന് ഫോൺ ചെയ്തു. ഇനിയിപ്പോൾ ഈ രാത്രി അത് തെളിയിക്കാൻ നടക്കണ്ട. അർജുൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി. അർജുൻ ഫോൺ തിരിച്ചു കൊടുത്തു. ജ്വാല സോജന് ഫോൺ ചെയ്തു. അവളുടെ പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ സോജൻ കോൾ എടുത്തു. നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ കൂട്ടുകാരൻ ഡ്രിങ്ക്സ് കഴിച്ചത്? ജ്വാല നേരെ വിഷയത്തിലേക്ക് കടന്നു. അയ്യോ പെങ്ങളെ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അവന് എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി. അർജുൻ എത്ര കഴിച്ചിട്ടുണ്ട്? അവൾ തിരക്കി. 4 പെഗ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. സോജൻ സത്യം പറഞ്ഞു. ജ്വാല ഒന്ന് മൂളി. സോജന് ജ്വാലയെ ഭയങ്കര പേടിയാണ്. അവളുടെ വിശ്വരൂപം കണ്ടതിന് ശേഷം. മാത്രമല്ല താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള CCTV നോക്കി അവളത് കണ്ടുപിടിക്കും. താൻ കള്ളം പറഞ്ഞതും അവൾ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യമേ സത്യം പറയുകയല്ലേ നല്ലത്? സോജൻ ചിന്തിച്ചു. ജ്വാല കോൾ കട്ട് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞോ? ജ്വാല അർജുനെ നോക്കി. ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വാശി പിടിക്കണ്ട. വിട്ടുകള. എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, പോലീസുകാർ. അവരുടെ കൂടെ കൂടിയപ്പോൾ പറ്റിപ്പോയതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അന്വേഷണ ബുദ്ധി എൻ്റെ നേരെ എടുക്കരുതെന്ന്. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുതറി മാറി. ഒരു പില്ലോയും ബെഡ്ഷീറ്റും അവൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു. അവനത് പിടിച്ചെടുത്തു. ഞാൻ ബെഡിൻ്റെ ഒരു സൈഡിൽ കിടന്നോളാം. അവൻ 4-5 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റിയ ബെഡ് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ മൂളി. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. അവൻ നിരാശയോടെ അവളെ നോക്കി. ജ്വാല കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നു. അർജുൻ നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് പില്ലോയും വെച്ച് അവളുടെ നേരെ തിരിഞ്ഞു കമഴ്ന്നു കിടന്നു. ജ്വാല ഉറക്കത്തിൽ തിരിഞ്ഞു കിടക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. തൻ്റെ ദേഹത്ത് എന്തോ ഒരു ഭാരം പോലെ. അവൾ കണ്ണു തുറന്നു. അർജുൻ അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ വീണ്ടും കണ്ണടച്ചു. സോജന് ആ രാത്രി ഉറക്കം കിട്ടിയില്ല. പ്രശ്നം ശില്പയായിരുന്നു. കഴിഞ്ഞ 6 കൊല്ലമായി അവൻ്റെ പിന്നാലെ ശില്പയുണ്ട്. അർജുൻ്റെ കല്യാണ ദിവസമാണ് ശില്പ തൻ്റെ ഇഷ്ടം സോജനോട് തുറന്നു പറഞ്ഞത്. അന്നു മുതൽ അവൻ അകലം പാലിച്ചാണ് കഴിഞ്ഞത്. പക്ഷേ ഇന്നാരും ഇല്ലാത്ത ഒരു ഭാഗത്ത് വച്ച് ശില്പ തന്നെ തടഞ്ഞു വെച്ച് കിസ് ചെയ്തത് ആലോചിക്കും തോറും അവൻ്റെ കൈയും കാലും വിറച്ചു. ഇതാരോട് പറയും? അർജുനോട് പറയാൻ കഴിയില്ല. ജ്വാലയുടെ ഒട്ടും പറ്റില്ല. അവളുടെ വിശ്വരൂപം നേരിട്ട് കണ്ടതു മുതൽ അവളെ തനിക്ക് പേടിയാണ്. ബാബയോടും മമ്മിയോടും പറയാൻ കഴിയില്ല. അവരൊക്കെ അത്രയും ഉയരത്തിലാണിപ്പോൾ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാലോചിച്ച് അവന് ഭ്രാന്ത് പിടിച്ചു. ആനന്ദിനോട് പറഞ്ഞാലോ? അവൻ ആലോചിച്ചു. ഒടുവിൽ അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു. ആ സമാധാനത്തിൽ അവൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജ്വാല കുളിച്ചു ഡ്രസ് മാറ്റി ഇറങ്ങി. അർജുൻ കുഞ്ഞിനെ തൻ്റെ ദേഹത്ത് കയറ്റി കിടത്തി ഉറങ്ങുന്നുണ്ടായിരുന്നു.
അവൾ കിച്ചണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സിന്ദൂരയെ സഹായിച്ചു. സീതയും ഉണ്ടായിരുന്നു കിച്ചണിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഷ്നയും അങ്ങോട്ട് വന്നു. അർജുൻ ഉണരാൻ നേരമായിട്ടുണ്ട്. ജാല 2 കപ്പ് കോഫിയുമായി മുകളിലേക്ക് പോയി. കുഞ്ഞിച്ചെക്കൻ ചിണുങ്ങുന്നുണ്ടായിരുന്നു. അവനെയും എടുത്തുകൊണ്ട് അർജുൻ മുറിയിൽ നടക്കുന്നുണ്ട്. ജാലയെ കണ്ടതും അർജുൻ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തു. അവൾ കോഫി ചെറിയ ടേബിളിൽ വെച്ചു മോനെ എടുത്തു. പാല് കൊടുത്തു. കുഞ്ഞ് പിന്നെയും ഉറങ്ങിയിരുന്നു. അർജുൻ കോഫി കുടിച്ചു വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത ജിമ്മിലേക്ക് പോയി. ഇനി 1 മണിക്കൂർ കഴിയാതെ അവൻ അവിടെ നിന്നിറങ്ങില്ല. ജ്വാല മോനെ ബെഡിൽ കിടത്തി. തൻ്റെയും അർജുൻ്റെയും യൂണിഫോം അയൺ ചെയ്തു വെച്ചു. യൂണിഫോമിൻ്റെ കാര്യത്തിൽ അവൻ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ചുളിവ് പോലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവൾ 2 പേരുടെയും ബൂട്ട് പോളിഷ് ചെയ്തു വെച്ചു. കഴുകി ഉണക്കിയ 2 പേരുടെയും കാക്കി സോക്സും എടുത്തു വെച്ചു. അപ്പോഴേക്കും ധ്രുവ് ഉണർത്തിയിരുന്നു. ജാല അവൻ്റെ പല്ല് തേച്ചു മുഖം കഴുകിച്ചു. അവനെ മേൽ കഴുകിച്ചു. ഡ്രസ്സിട്ട് കൊടുത്തു താഴേക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിരുന്നു. മാഹി കൈ നീട്ടിയപ്പോൾ ജ്വാല കുഞ്ഞിനെ കൊടുത്തു. മാഹിയും സംഘവും രാവിലെ 10 മണിക്ക് ഇറങ്ങും. അതുവരെ കുഞ്ഞിനെ അവർ മാറി മാറിയെടുത്തു. അവൻ എല്ലാവരുമായി നല്ലോണം ഇണങ്ങിയിരുന്നു. ജ്വാലയ്ക്കും അർജുനും അർജൻറ്റായി സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ പൊയ്ക്കോ, ആദ്യം ഡ്യൂട്ടി നടക്കട്ടെ, മഹി പറഞ്ഞു. അതോടെ 2 പേരും യൂണിഫോം ഇട്ടു. കയ്യിൽ ക്യാപ്പും പിടിച്ചു റെഡിയായി വന്നു. അത് കണ്ട് ധ്രുവ് കരച്ചിലും തുടങ്ങി. സിന്ദൂര അവനെ റൂമിലേക്ക് കൊണ്ടുപോയി. ആ തക്കത്തിന് 2 പേരും പുറത്തേക്കിറങ്ങി. ജ്വാലയുടെ ജിപ്സിയുമായി ഡ്രൈവർ എത്തിയിരുന്നു. അർജുൻ തൻ്റെ ഇന്നോവയിലും കയറി. 2 പേരും ഓഫീസിലേക്ക് തിരിച്ചു. സഞ്ജയും ആനന്ദും റോഷ്നയും റെഡിയായി നിൽക്കുന്നുണ്ട്. മഹിയുടെ ഒപ്പം തന്നെ അവരും ഇറങ്ങും. ധ്രുവിൻ്റെ കരച്ചിൽ നിന്നിരുന്നു. അവൻ മഹിയുടെ കയ്യിലുണ്ട്. അവൻ പുറത്തേക്ക് പോകാൻ വേണ്ടി കൈ നീട്ടുന്നുണ്ടായിരുന്നു. മഹി കുഞ്ഞിൻ്റെ കവിളിൽ അമർത്തി ഒന്നുമയച്ചു. അയാളുടെ പട്ടാളച്ചിട്ട എല്ലാം മാറിയിരുന്നു. തൻ്റെ പേരക്കുട്ടിയാണ്. ഇന്ന് തങ്ങൾ പോയാൽ പിന്നെ എന്നാണ് ഒന്ന് നേരിൽ കാണുക? അർജുനും ജ്വാലയ്ക്കും നിന്ന് തിരിയാൻ സമയമില്ല. എപ്പോഴെങ്കിലും സഞ്ജയാണ് വീഡിയോ കോളിൽ ധ്രുവിനെ കാണിക്കുന്നത്. അപ്പോഴാണെങ്കിൽ അവന് ഒരു അപരിചിതത്വമാണ്. ഇപ്പോൾ പക്ഷേ തങ്ങളുമായി ഇണങ്ങിയിട്ടുണ്ട്. മഹിക്ക് അവനെയും കൂടി തങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ തോന്നിപ്പോയി. അപ്പോഴേക്കും ലഗേജുമായി പവിയും സച്ചിനും അങ്ങോട്ട് വന്നു. 2 പേരും അവനെ ഒന്ന് കളിപ്പിച്ചു. സൂര്യൻ്റെ മടിയിലിരിക്കുന്ന അനുമോളെയും. കൃത്യം 10 മണിക്ക് തന്നെ അർജുൻ ഏർപ്പാട് ചെയ്ത മിനി ട്രാവലർ എത്തി. ധ്രുവിനും അനുമോൾക്കും ഉമ്മ കൊടുത്തു. എല്ലാവരും തങ്ങളുടെ ലഗേജുമായി ട്രാവലറിൽ കയറി. മോനെ അപ്പോഴേക്ക് സിന്ദൂര അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവരുടെ പിന്നാലെ തന്നെ പോലീസ് എസ്കോർട്ടോടെ സഞ്ജയും ഓഫീസിലേക്ക് തിരിച്ചു. പിന്നാലെ ആനന്ദും റോഷ്നയും ഹോസ്പിറ്റലിലേക്കും തിരിച്ചു. ജാല അവളുടെ ഓഫീസിലെത്തി. അർജുൻ അവൻ്റെ ഓഫീസിലും. ജ്വാലയ്ക്കും അർജുനും അവരുടെ ഓഫീസിൽ 2 കത്തുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 2ലും ഏകദേശം ഒരേ ഉള്ളടക്കം. സംബോധന മാത്രം വ്യത്യാസമുണ്ട്. ജ്വാല കത്ത് പൊട്ടിച്ചു. ഹായ് ഏഞ്ചൽ, എന്നെ മറന്നോ നീ? നിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ നടന്ന പാർട്ടി വരെ അവിടെ എൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ നീ അവിടെ ഇല്ലായിരുന്നു. നിൻ്റെ മോൻ്റെ അടുത്തായിരുന്നു. നീ കേരളത്തിൽ വെച്ച് ഒരു മോന് ജന്മം കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ച് നിൻ്റെ മോനെ ഞാൻ കണ്ടു. നിന്നെപ്പോലെ ഒരു സുന്ദരനായ കുഞ്ഞ്. എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വൈകാതെ നേരിൽ കാണാം എന്ന് നിൻ്റെ സ്വന്തം റോക്കി ചായൻ. അർജുന് തനിക്ക് വന്ന കത്ത് പൊട്ടിച്ചു. എൻ്റെ ശത്രുവായ അർജുന്, എന്നെ മറന്നോ നീ? നിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ നടന്ന പാർട്ടി വരെ അവിടെ എൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പെണ്ണവിടെ ഇല്ലായിരുന്നു. അവൾ നിൻ്റെ മോൻ്റെ അടുത്തായിരുന്നോ? എൻ്റെ പെണ്ണ് കേരളത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ച് നിൻ്റെ മോനെ ഞാൻ കണ്ടു. എൻ്റെ പെണ്ണിനെ പോലെ സുന്ദരനായ ഒരു കുഞ്ഞ്. എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വൈകാതെ നേരിൽ കാണാം എന്ന് നിൻ്റെ ശത്രു റോക്കി. അർജുന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ മുഷ്ടി ചുരുട്ടി ടേബിളിലിടിച്ചു.
മറ്റു പോലീസുകാർ പേടിച്ചു നിന്നു. തങ്ങളുടെ കാര്യം കട്ടപ്പോക. അവർ തമ്മിൽ നോക്കി. ഇനി ആരായിരിക്കും സാർ വിളിക്കുക? എന്തായിരിക്കും കൽപ്പിക്കുക? അത് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ തങ്ങളുടെ കാര്യം ഗോവിന്ദ. ഈശ്വരാ, ഇന്ന് ഞാൻ ആരെയെ കണി കണ്ടത്? ഓരോരുത്തരും സ്വയം ആലോചിച്ചു നോക്കി. പിന്നെ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് വീർപ്പടക്കി നിന്നു, തങ്ങളെ വിളിക്കുന്നതും കാത്ത്. അർജുൻ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഓടി തൻ്റെ ഇന്നോവയിൽ കയറി. കാർ പറപ്പിച്ചു വിട്ടു ജ്വാലയുടെ ഓഫീസിലേക്ക്. മറ്റു പോലീസുകാർക്ക് ഒന്നും മനസ്സിലായില്ല. എങ്കിലും അവർ സമാധാനത്തോടെ നിന്നു. തങ്ങളെ വിളിച്ചില്ലല്ലോ. ജ്വാലയുടെ ഓഫീസ് അടുത്ത് തന്നെയായിരുന്നു. അർജുൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി അകത്തേക്ക് ഓടി. ജ്വാല പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അർജുനെ കണ്ട് അവൾ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. കൂടെ മറ്റു പോലീസുകാരും. അർജുൻ അവളുടെ മുന്നിലേക്ക് റോക്കി അയച്ച ലെറ്റർ നീട്ടിക്കാണിച്ചു. പിന്നെ അവളുടെ ടേബിളിലേക്കിട്ടു. ജ്വാല അതെടുത്ത് വായിച്ചു നോക്കി. പിന്നെ തനിക്ക് കിട്ടിയ ലെറ്റർ അർജുനും കാണിച്ചു കൊടുത്തു. അവനത് വായിച്ചു നോക്കി. ദേഷ്യം അടക്കാനാവാതെ അവൻ പിന്നെയും മുഷ്ടി ചുരുട്ടി ഭിത്തിയിലിടിച്ചു. ജ്വാല അവൻ്റെ കൈ ബലമായി പിടിച്ചു നോക്കി. ചോര പൊടിഞ്ഞിട്ടുണ്ട്. കൂൾ ഡൗൺ സർ, ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരും, അർജുൻ പറഞ്ഞു. ഇത് എനിക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ജ്വാല പറഞ്ഞു കൊണ്ട് പുറത്തേക്കിറങ്ങി. അർജുൻ അവളുടെ കൈ പിടിച്ചു വച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നീ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് സമാധാനമുണ്ടാവില്ല. അർജുൻ വിഷമത്തിൽ അവളെ നോക്കി. അർജുൻ അപ്പോൾ തന്നെ തൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കിട്ടു. അർജുനും ജ്വാലയും കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സ്ഥലത്തെ CCTV വിഷ്വൽസ് പരിശോധിച്ചു. പക്ഷേ അവർക്ക് റോക്കിയുടെ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. അവൻ വേഷം മാറി വന്നതാണെങ്കിലോ? ജ്വാല ഓരോരുത്തരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ജ്വാലയും അർജുനും റോക്കിയുടെ കാരിക്കേച്ചർ വരപ്പിച്ചു. അതിൽ താടിയുള്ളതും ഇല്ലാത്തതും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. അർജുനും ജ്വാലയും അതുമായി സത്യപ്രതിജ്ഞ നടന്ന സ്ഥലത്തെ ഗേറ്റിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ സമീപിച്ചു. അതുപോലുള്ള ആരെയെങ്കിലും അന്ന് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അതെ, കണ്ടിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ ഒരു ബ്ലാക്ക് ബെൻസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അവർ പറഞ്ഞു.